എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വില കൂടിയ പിയേഴ്സ് സോപ്പ് ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ടതില്ല. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ. വളരെ പെർഫെക്റ്റായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കറ്റാർ വാഴ എടുത്ത് നന്നായി കഴുകി നെടുകെ മുറിച്ച് അതിൻ്റെ ജെല്ലുള്ള ഭാഗം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി പിയേഴ്സ് സോപ്പൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ടതില്ല. ഇതെല്ലാം വളരെ നിസ്സാരമായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കറ്റാർ വാഴയുടെ ജെല്ല് ഇത്രയും കിട്ടിയിട്ടോ. അതിലേക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ ചുളിവുകളെല്ലാം അകറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല ഈർപ്പത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഡബിൾ ബോയിലിങ്ങിലൂടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഞാൻ ഈ സ്പൂണിന് 2 സ്പൂൺ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. പെട്ടെന്ന് മെൽറ്റാകും കേട്ടോ. ഇനി ഇതിലേക്ക് അലോവേരയും തേനും ചേർന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. 1 മതി. ഈ ക്യാപ്സ്യൂള് സ്കിന്നിനെ യുവത്വത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. സ്റ്റൗ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് പിയേഴ്സിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോപ്പ് ലായനി തയ്യാർ. ഞാൻ ഇതിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കണേ. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കട്ടിയായി പോവും. നല്ല കളറല്ലേ? പിയേഴ്സിൻ്റെ അതേ കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. തേനല്ലേ ചേർത്തിയേ, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് സെറ്റാകട്ടെ. ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് സെറ്റാകും കേട്ടോ. രാമുവേ, എന്തടാ നീ കഴിക്കണേ? ബ്രെഡോ? എന്തടാ നീ എടുത്തിട്ട് പോവാണോ? അയ്യോടാ, ഇതേ സിംഹവാലം കുരങ്ങ്. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ മരത്തിലിരിക്കണേ? ഇതേ ഓടി. അതിൻ്റെ ചാട്ടം കണ്ടോ? പേടിയില്ല കേട്ടോ. ഇതേ അവിടെ ഇരിക്കുന്നു. സോപ്പ് സെറ്റായൊന്ന് നോക്കാം. നോക്കിക്ക്, അടിപൊളി സോപ്പ്. നല്ല കണ്ണാടി പോലുണ്ടല്ലേ? വലിയ സോപ്പ്. നന്നായിട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിയേഴ്സിൻ്റെ അതേ കളറല്ലേ? ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ സ്ക്രബ്ബർ നന്നായിട്ടില്ലേ? എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീട്ടിലെ ചേരുവകൾ മാത്രം മതിയല്ലോ. ഇനി ഈ സോപ്പ് പതയുന്നുണ്ടോ എന്ന് നോക്കാം. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ആ, പതയുന്നുണ്ട്. കണ്ട, പിയേഴ്സ് സോപ്പിൻ്റെ അതേ മണം കേട്ടോ. അടിപൊളി. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ശരി, അപ്പോൾ ഇതേ ഇവിടുത്തെ കണിക്കൊന്ന മരം പൂത്തു കേട്ടോ. ഈ വർഷം നേരത്തെ പൂത്തു അല്ലേ? വിഷു ആകുമ്പോഴേക്കും പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകുമോ ആവോ? കണിക്കൊന്ന നേരത്തെ പൂത്താൽ മഴക്കാലം വേഗത്തിലെത്തുമെന്നാണ് പറയണേ. നമുക്ക് നോക്കാം അല്ലേ? അന്തരീക്ഷത്തിലെ ചൂട് കൂടുതൽ കൊണ്ടാണത്രേ കൊന്നപ്പൂ വേഗം പൂക്കണേ. അപ്പോൾ വേഗം മഴ വരുമെന്നാണ് പറയണേ. കൊന്നപ്പൂ കാണാൻ എന്ത് രസമല്ലേ? മനസ്സിനൊരു സന്തോഷം പോലെ. സ്വർണ്ണ നെക്ലേസ് പോലെ ഉണ്ടല്ലേ? സുന്ദര.